ഹലോ സ്നേഹമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് 226 ദിവസം. ഇന്ന് വായിക്കുന്ന വചന ഭാഗങ്ങൾ: ജെറമിയ പ്രവചനം അധ്യായം 3, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായങ്ങൾ 29, 30, സുഭാഷിതങ്ങൾ അധ്യായം 14, വാക്യങ്ങൾ 13 മുതൽ 16 വരെ. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ്. ജെറമിയ അധ്യായം 3. കർത്താവിൻ്റെ അരുളപ്പാട്. ഒരുവൻ തൻ്റെ ഭാര്യയെ പറഞ്ഞയക്കുകയും അവൾ അവൻ്റെ അടുക്കൽ നിന്ന് പോയി വേറൊരുവൻ്റെ ഭാര്യയായി തീരുകയും ചെയ്താൽ അവൻ വീണ്ടും അവളിലേക്ക് തിരിച്ചു ചെല്ലുമോ? ആ ദേശം അതിയായി അശുദ്ധമാക്കപ്പെട്ടിട്ടില്ലേ? നിരവധി കൂട്ടുകാരോടൊപ്പം നീ വ്യഭിചരിച്ചു. എൻ്റെ പക്കലേക്ക് നീ തിരിച്ചു വരുമോ? നിന്റെ കണ്ണുകൾ കുന്നുകളിലേക്ക് ഉയർത്തുക. വഴികളിൽ എവിടെ വച്ചാണ് നീ പീഡിപ്പിക്കപ്പെടാത്തത് എന്ന് കാണുക. മരുഭൂമിയിലെ അറബിയെപ്പോലെ നീ പാതകളിൽ അവർക്കായിരുന്നു. നിന്റെ വ്യഭിചാരവൃത്തികൾ കൊണ്ടും തിന്മ കൊണ്ടും നാടിനെ നീ അശുദ്ധമാക്കി. അതിനാൽ മഴ സമൃദ്ധി തടയപ്പെട്ടു, വസന്തവൃഷ്ടി ഉണ്ടായില്ല. നിനക്ക് വേശ്യയുടെ പുരികമാണുണ്ടായിരുന്നത്. ലജ്ജിക്കാൻ നീ വിസമ്മതിക്കുന്നു. നീ ഇപ്പോൾ മുതൽ എന്നോട്, എൻ്റെ പിതാവേ, എൻ്റെ യൗവനത്തിലെ കൂട്ടുകാരനാണ് നീ എന്ന് വിളിച്ചു പറയുകയില്ലേ? ഇതാ നീ ചോദിക്കുന്നു, അവൻ എന്നേക്കും ദേഷ്യം കാത്തു സൂക്ഷിക്കുമോ? അത് നിത്യമായും സൂക്ഷിക്കുമോ? എന്നാൽ നിനക്ക് സാധ്യമായ തിന്മകൾ നീ ചെയ്യുന്നു. ജോസിയ രാജാവിൻ്റെ കാലത്ത് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തത് എന്താണെന്ന് നീ കണ്ടോ? ഓരോ ഉയർന്ന മലമുകളിലും ഓരോ പച്ചമര ചുവട്ടിലും ചെന്ന് അവിടെ അവൾ വേശ്യാവൃത്തി നടത്തി. ഇവയെല്ലാം ചെയ്ത ശേഷവും അവൾ എൻ്റെ അടുക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൾ തിരിച്ചു വന്നില്ല. അവളുടെ വഞ്ചകിയായ സഹോദരി യൂദ അത് കണ്ടു. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ഇപ്രകാരമെല്ലാം വ്യഭിചാരം ചെയ്തെന്ന് കണ്ടതിനാലാണ് ഞാൻ അവളെ പറഞ്ഞയച്ചതും വിവാഹമോചന പത്രം ഞാൻ അവൾക്ക് നൽകിയതും. എന്നാൽ വഞ്ചന പ്രവർത്തിക്കുന്ന അവളുടെ സഹോദരി യൂദ അത് കണ്ടില്ല. അവളും പോയി വേശ്യാവൃത്തി ചെയ്തു. അവളുടെ വേശ്യാവൃത്തി ലാഘവ ബുദ്ധിയോടെയായിരുന്നു. അങ്ങനെ അവൾ നാട് അശുദ്ധമാക്കി. കല്ലിനോടൊപ്പവും മരത്തോടൊപ്പവും അവൾ വ്യഭിചരിച്ചു. ഇതൊക്കെയായിട്ടും അവളുടെ വഞ്ചകിയായ സഹോദരി യൂദ കാപട്യത്തോടെയല്ലാതെ തൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വഞ്ചകിയായ യൂദായേക്കാൾ സ്വയം സാധൂകരിച്ചിരിക്കുന്നു. നീ ചെന്ന് ഇക്കാര്യങ്ങൾ വടക്ക് ദിക്കിനോട് വിളിച്ചു പറയുക. വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ, തിരിച്ചു വരിക. കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കുപിതനാവുകയില്ല, കാരണം ഞാൻ കാരുണികനാണ്. ഞാൻ എന്നേക്കും കോപം നിലനിർത്തുകയില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. നിന്റെ ദൈവമായ കർത്താവിനോട് നീ തീർച്ചയായും മറുതലിച്ചു എന്ന നിന്റെ കുറ്റം നീ അറിയുക. ഓരോ പച്ചമര ചുവട്ടിലും അപരിചിതർക്കായി നീ നിന്റെ മാർഗങ്ങൾ പരത്തി. എൻ്റെ ശബ്ദം നിങ്ങൾ ശ്രവിച്ചില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. വിശ്വാസത്യാഗികളായ മക്കളെ, തിരിച്ചു വരുവിൻ. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ യജമാനനായിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നഗരത്തിൽ നിന്ന് ഒരാളെയും ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരെയും കൂട്ടി സിയോനിലേക്ക് കൊണ്ടുവരും. കർത്താവിൻ്റെ അരുളപ്പാട്. എൻ്റെ ഹൃദയത്തിനൊത്ത ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. അവർ വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ മേയിക്കും. ആ നാളുകളിൽ നിങ്ങൾ ദേശത്ത് പെരുകി ഫലസമൃദ്ധമായി കഴിയുമ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യപേടകമെന്ന് ഒരുവനും ഇനി പറയുകയില്ല. അത് മനസ്സിൽ ഉയർന്നു വരികയില്ല. അവർ അത് ഓർക്കുകയില്ല. അതിനെ സന്ദർശിക്കുകയില്ല. മേലിൽ അത് നിർമ്മിക്കപ്പെടുകയുമില്ല. ആ സമയത്ത് അവർ ജെറുസലേമിനെ കർത്താവിൻ്റെ സിംഹാസനമെന്ന് വിളിക്കും. സകല ജനതകളും അവളിലേക്ക്, ജെറുസലേമിലേക്ക് കർത്താവിൻ്റെ നാമത്തിനായി ശേഖരിക്കപ്പെടും. ഇനിമേൽ അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിലെ ദുശ്ശാഠ്യത്തിൻ്റെ പിന്നാലെ നടക്കുകയില്ല. ആ ദിവസങ്ങളിൽ യൂദാഭവനം ഇസ്രായേൽ ഭവനത്തോടൊപ്പം നടക്കും.
അവർ ഒരുമിച്ച് വടക്ക് ദേശത്ത് നിന്ന് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും. ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ എങ്ങനെ എൻ്റെ മക്കളുടെ ഇടയിൽ ചേർക്കും? ജനതകളുടെ അതീവ ചാരുതയാർന്ന അവകാശം, ആകർഷകമായ നാട് എങ്ങനെ നിനക്ക് ഞാൻ നൽകും? ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കും. എൻ്റെ പിന്നിൽ നിന്ന് നീ പിന്തിരിഞ്ഞു പോവുകയില്ല. ഇസ്രായേൽ ഭവനമേ, ഭാര്യ ഭർത്താവിനെ വഞ്ചനാപൂർവം ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളും എന്നോട് വഞ്ചനാപൂർവം വർത്തിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. മൊട്ടക്കുന്നുകളിൽ ഒരു സ്വരം കേൾക്കുന്നു, ഇസ്രായേല്യരുടെ കേണപേക്ഷകൾ. എന്തെന്നാൽ തങ്ങളുടെ മാർഗം അവർ തെറ്റിച്ചു, തങ്ങളുടെ ദൈവമായ കർത്താവിനെ അവർ വിസ്മരിച്ചു. വിശ്വാസത്യാഗികളായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗങ്ങൾ പരിഹരിക്കാം. ഇതാ, ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. തീർച്ചയായും കുന്നുകളും മലകളുടെ ആരവവും ചതിയാണ്. എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിലാണ് ഇസ്രായേലിൻ്റെ രക്ഷ. ഞങ്ങളുടെ യൗവനം മുതലുള്ള ഞങ്ങളുടെ പിതാക്കന്മാരുടെ അധ്വാനത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്രീപുത്രന്മാരെയും ലജ്ജ വിഴുങ്ങിക്കളഞ്ഞു. ഞങ്ങളുടെ ലജ്ജയിൽ ഞങ്ങൾ ശയിക്കട്ടെ, ഞങ്ങളുടെ അപമാനം ഞങ്ങളെ മൂടട്ടെ. കാരണം ഞങ്ങളുടെ യൗവനം മുതൽ ഇന്നോളം ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞങ്ങൾ ശ്രവിച്ചതുമില്ല. എസെക്കിയേൽ അധ്യായം 29. ഈജിപ്തിനെതിരെ. 10-ാം വർഷം 10-ാം മാസത്തിൻ്റെ 12-ാം ദിവസം കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു: മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയുടെ നേരെ നിന്റെ മുഖം തിരിക്കുക. അവനെതിരെയും ഈജിപ്ത് മുഴുവനുമെതിരെയും നീ പ്രവചിക്കുക. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് നീ പറയുക, പ്രഖ്യാപിക്കുക. ഈജിപ്ത് രാജാവായ ഫറവോ, ഞാൻ നിനക്കെതിരാണ്. നദിയുടെ മധ്യേ ശയിക്കുന്ന മഹാസർപ്പമേ, നീ പറഞ്ഞു, നൈൽ എൻ്റേതാണ്, ഞാനാണ് അത് നിർമ്മിച്ചത്. നിന്റെ കടവായിൽ ഞാൻ ചൂണ്ട കോർക്കും. നിന്റെ നദിയിലെ മത്സ്യങ്ങളെയെല്ലാം നിന്റെ ശൽക്കങ്ങളിൽ ഞാൻ ഒട്ടിക്കും. എന്നിട്ട് നിന്റെ നദിയുടെ മധ്യേ നിന്ന് നിന്നെയും നിന്റെ ശൽക്കങ്ങളിലുള്ള നിന്റെ നദിയിലെ ഓരോ മത്സ്യത്തെയും ഞാൻ വലിച്ചു പുറത്തിടും. നിന്നെയും നിന്റെ നദിയിലെ ഓരോ മത്സ്യത്തെയും ഞാൻ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും. അവിടെ തുറസായ സ്ഥലത്ത് നീ ചെന്ന് വീഴും. ആരും നിന്നെ ഒന്നിച്ചു കൂട്ടുകയോ ശേഖരിക്കുകയോ ഇല്ല. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും നിന്നെ ഞാൻ ഇരയായി നൽകും. ഞാൻ കർത്താവാണെന്ന് അപ്പോൾ ഈജിപ്ത് നിവാസികളെല്ലാം അറിയും. എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തിന് അവർ ഒരു ഞാങ്ങണവടിയായിരുന്നു. അവർ ഉള്ളം കൈകൊണ്ട് നിന്നെ പിടിച്ചപ്പോൾ നീ ഒടിഞ്ഞു. അവരുടെ തോൾ മുഴുവൻ കീറി. അവർ നിന്റെ മേൽ ചാരിയപ്പോൾ നീ തകർന്നു. അവരുടെ നടുവിൽ മുഴുവൻ അവ തറച്ചു. ആകയാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിന്റെ മേൽ ഞാനിതാ ഒരു വാൾ വരുത്തും. മനുഷ്യരെയും മൃഗങ്ങളെയും നിന്നിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കും. ഈജിപ്ത് ദേശം വിജനവും ശൂന്യവുമാകും. ഞാൻ കർത്താവാണെന്ന് അപ്പോൾ അവർ അറിയും. കാരണം അവൻ പറഞ്ഞു, നൈൽ എൻ്റേതാണ്, ഞാനാണ് അതുണ്ടാക്കിയത്. അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. സെവേനെ ഗോപുരം മുതൽ എത്യോപ്യയുടെ അതിർത്തിയോളം വരണ്ടുണങ്ങി ശൂന്യമാകുന്നതിന് ഈജിപ്ത് ദേശത്തെ ഞാൻ വിട്ടു നൽകിയിരിക്കുന്നു. മനുഷ്യൻ അതുവഴി സഞ്ചരിക്കുകയില്ല. നാൽക്കാലികളായ മൃഗങ്ങളും അതുവഴി കടന്നുപോവുകയില്ല. 40 വർഷത്തേക്ക് അതിലാരും വസിക്കുകയുമില്ല. നിർജ്ജനദേശങ്ങളുടെ മധ്യേ ഈജിപ്തിനെയും ഞാൻ നിർജ്ജനമാക്കും. ശൂന്യമാക്കപ്പെട്ട നഗരങ്ങളുടെ കൂടെ 40 വർഷത്തേക്ക് അവരുടെ നഗരങ്ങളും ശൂന്യമായി കിടക്കും. ഈജിപ്തിനെ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കും. ദേശങ്ങളുടെ ഇടയിൽ ഞാൻ അതിനെ തകർക്കും. എങ്കിലും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ചിതറിപ്പാർത്തിരുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് 40 വർഷത്തിൻ്റെ അവസാനം ഞാൻ ഈജിപ്തുകാരെ ഒന്നിച്ചുകൂട്ടും. പ്രവാസികളായ ഈജിപ്തുകാരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. തങ്ങളുടെ ജന്മദേശമായ പാത്രോസ് ദേശത്തേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. അവിടെ അവർ ഒരു എളിയ രാജ്യമാകും. അത് മറ്റെല്ലാ രാജ്യങ്ങളെക്കാൾ എളിയതായിരിക്കും. ഇനി ഒരിക്കലും അത് മറ്റ് ജനതകളുടെ മേൽ ഉയരുകയില്ല. ജനതകളെ ഭരിക്കാനാവാത്ത വിധം ഞാൻ അവരെ ചെറുതാക്കും. ഇസ്രായേൽ ഭവനം ഇനിമേൽ അവരെ ആശ്രയിക്കുകയില്ല. എന്തെന്നാൽ സഹായത്തിന് അങ്ങോട്ട് തിരിയുമ്പോൾ തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും. ഞാനാണ് നാഥനായ കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. 27-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു: മനുഷ്യപുത്ര, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ടൈറിനെതിരെ തൻ്റെ സൈന്യത്തെക്കൊണ്ട് കഠിനമായി പൊരുതിച്ചു. എല്ലാ തലയും കഷണ്ടിയായി, എല്ലാ തോളിലെയും തൊലി ഉരിഞ്ഞുപോയി. എന്നിട്ടും അവനോ അവൻ്റെ സൈന്യത്തിനോ ടൈറിനെതിരെ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമൊന്നും ലഭിച്ചില്ല.
ആയതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, ഞാൻ ഈജിപ്ത് ദേശം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന് നൽകുന്നു. അവൻ അവിടെയുള്ള സമ്പത്തെല്ലാം തട്ടിയെടുക്കും. അവൻ അവിടം കൊള്ളയടിക്കുകയും കുത്തിക്കവരുകയും ചെയ്യും. ഇതായിരിക്കും അവൻ്റെ സൈന്യത്തിന് പ്രതിഫലം. അവൻ്റെ കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലമായി ഈജിപ്ത് ദേശം ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. എന്തെന്നാൽ അവൻ എനിക്ക് വേണ്ടി അധ്വാനിച്ചു. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: അന്ന് ഇസ്രായേൽ ഭവനത്തിന് ഞാൻ ഒരു കൊമ്പ് മുളപ്പിക്കും. അവരുടെ മധ്യേ ഞാൻ നിന്റെ വായ് തുറക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. എസെക്കിയേൽ അധ്യായം 30. ഈജിപ്തിന് ശിക്ഷ. കർത്താവിൻ്റെ വചനം എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു: മനുഷ്യപുത്ര, നീ പ്രവചിച്ചു പറയുക, നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. നിലവിളിക്കുക, ആ ദുരിത ദിനം! എന്തെന്നാൽ ദിവസം അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ ദിനം സമാഗതമായി. അത് കാർ മൂടിയ ദിവസമായിരിക്കും. ജനതകളുടെ സമയമായിരിക്കും. ഈജിപ്തിൽ മുറിവേറ്റവർ നിബദിക്കുകയും അതിൻ്റെ ധനം അപഹരിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനം തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈജിപ്തിൻ്റെ മേൽ നാശം വന്ന് ഭവിക്കും. എത്യോപ്യയിൽ കഠിനവ്യഥയുണ്ടാകും. അപ്പോൾ എത്യോപ്യ, പൂത്ത്, ലൂദ്, ലിബിയ എന്നിവയോടൊപ്പം അറേബ്യ മുഴുവനും സഖ്യദേശ ജനതകളും അവളോടൊപ്പം വാളിനിരയാകും. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഈജിപ്തിനെ പിന്താങ്ങുന്നവർ നിലംപതിക്കും. അവരുടെ ഉദ്ധത വീര്യം നശിക്കും. മിഗ്ദോൽ മുതൽ സെവേന വരെയുള്ളവർ അവിടെ വാളിനിരയായി വീഴും. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. നിർജ്ജനദേശങ്ങളുടെ മധ്യേ അവരും നിർജ്ജനമാകും. ശൂന്യനഗരങ്ങളുടെ മധ്യേ അതിൻ്റെ നഗരങ്ങളും ശൂന്യമായിത്തീരും. ഈജിപ്തിൽ ഞാൻ തീയിടുകയും അതിൻ്റെ സഹായകർ തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. ആ ദിവസം സുരക്ഷിതരായ എത്യോപ്യരെ പരിഭ്രാന്തരാക്കാൻ ദൂതന്മാർ എൻ്റെ അടുത്ത് നിന്ന് കപ്പലുകളിൽ പുറപ്പെടും. ഈജിപ്തിൻ്റെ വിനാശകാലത്ത് അവിടെ കഠിനവ്യഥയുണ്ടാകും. എന്തെന്നാൽ ഇതാ, അത് വന്നു കഴിഞ്ഞു. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കരത്താൽ ഈജിപ്തിൻ്റെ സമ്പത്ത് ഞാൻ ഇല്ലാതാക്കും. ആ ദേശം നശിപ്പിക്കേണ്ടതിന് അവനും ജനതകളിൽ വെച്ചേറ്റവും ഭീകരരായ അവൻ്റെ കൂടെയുള്ള ജനവും കൊണ്ടുവരപ്പെടും. ഈജിപ്തിനെതിരെ അവർ വാളൂരും. കൊല്ലപ്പെട്ടവരാൽ ആ ദേശം നിറയും. ഞാൻ നീർച്ചാലുകൾ വരണ്ട നിലമാക്കും. നാട് ദുഷ്ടന്മാരുടെ കരങ്ങൾക്ക് വിൽക്കും. വിദേശീയരുടെ കരത്താൽ ദേശവും അതിലുള്ള സമസ്തവും ഞാൻ ശൂന്യമാക്കും. കർത്താവായ ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാൻ വിഗ്രഹങ്ങൾ നശിപ്പിക്കും. നോഫിൽ നിന്ന് പ്രതിമകൾ നീക്കം ചെയ്യും. ഈജിപ്തിൽ നിന്ന് ഇനിമേൽ ഒരു രാജാവുണ്ടാവുകയില്ല. ഈജിപ്ത് ദേശത്ത് ഞാൻ ഭീതി ഉളവാക്കും. പാത്രോസ് ഞാൻ ശൂന്യമാക്കും. സോവാനെ ഞാൻ അഗ്നിക്കിരയാക്കും. നോയിൽ ഞാൻ ന്യായവിധി നടത്തും. ഈജിപ്തിൻ്റെ ശക്തിദുർഗമായ സീനിൻ്റെ മേൽ ഞാൻ ക്രോധം വർഷിക്കും. നോയുടെ ജനത്തെ ഞാൻ വിച്ഛേദിക്കും. ഈജിപ്തിൽ ഞാൻ അഗ്നിയിടും. സിൻ തീവ്രവേദന അനുഭവിക്കും. നോ ഭേദിക്കപ്പെടും. നോഫിന് പകൽ പോലും ശത്രുക്കളുണ്ടാകും. ഓനിലെയും പിബേസത്തിലെയും യുവാക്കൾ വാളിനിരയാകും. അവ തന്നെയും അടിമത്തത്തിലേക്ക് പോകും. തെഹഫ് നെഹസിൽ വെച്ച് ഈജിപ്തിൻ്റെ നുകങ്ങൾ ഞാൻ ഒടിക്കുമ്പോൾ അവിടെ പകൽ ഇരുണ്ടുപോകും. അവരുടെ ശക്തി ഗർവം അവസാനിക്കും. മേഘം അവളെ മൂടും. അവരുടെ പുത്രിമാർ അടിമത്തത്തിലേക്ക് പോകും. ഇപ്രകാരം ഈജിപ്തിൽ ഞാൻ ശിക്ഷാവിധികൾ നടപ്പാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. 11-ാം വർഷം 1-ാം മാസം 7-ാം ദിവസം കർത്താവിൻ്റെ വചനം എന്നോട് അരുൾ ചെയ്തു: മനുഷ്യപുത്ര, ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കരം ഞാൻ തകർത്തിരിക്കുന്നു. വാലെടുക്കാൻ വീണ്ടും ശക്തി ലഭിക്കത്തക്ക വിധം സുഖപ്പെടാനായി മരുന്ന് വെച്ച് കിട്ടുകയോ തുണി കൊണ്ട് ചുറ്റുകയോ ചെയ്തില്ല. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, ഞാൻ ഈജിപ്ത് രാജാവായ ഫറവോയ്ക്കെതിരാണ്. അവൻ്റെ ബലിഷ്ഠമായതോ ഒളിഞ്ഞതോ ആയ കരങ്ങൾ ഞാൻ തകർക്കും. അവൻ്റെ കയ്യിൽ നിന്ന് വാൾ വീഴാനിടയാക്കും. ഈജിപ്തിനെ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കും. ദേശങ്ങളുടെ ഇടയിൽ അതിനെ ഛിന്നഭിന്നമാക്കും. ബാബിലോൺ രാജാവിൻ്റെ കരം ഞാൻ ശക്തമാക്കും. എൻ്റെ വാൾ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. ഫറവോയുടെ കരങ്ങൾ ഞാൻ തകർക്കുകയും ചെയ്യും. മാരകമായ മുറിവേറ്റവനായി ഫറവോ അവൻ്റെ മുമ്പിൽ ഞരങ്ങും. ബാബിലോൺ രാജാവിൻ്റെ കരങ്ങൾ ഞാൻ ശക്തമാക്കും. എന്നാൽ ഫറവോയുടെ കൈകൾ കുഴയും. ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വാളേൽപ്പിക്കുകയും അവനത് ഈജിപ്ത് ദേശത്തിനെതിരെ ഉയർത്തുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. ജനതകളുടെ ഇടയിൽ ഞാൻ ഈജിപ്തിനെ ചിതറിക്കും. ദേശങ്ങൾക്കിടയിൽ അതിനെ ഞാൻ ഛിന്നഭിന്നമാക്കും. അപ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും.
സുഭാഷിതങ്ങൾ അധ്യായം 14, വാക്യങ്ങൾ 13 മുതൽ 16 വരെ. ചിരിക്കുമ്പോൾ പോലും ഹൃദയം വേദനിക്കുന്നു, സന്തോഷത്തിന് ശേഷം സന്താപമുണ്ട്. ഹൃദയ അപഭ്രംശം സ്വന്തം വഴികളാൽ തൃപ്തിയടയും, നല്ലവനായൊരുവനോ തനിക്ക് ഉപരിയായവയാലും. സരളൻ ഏത് കാര്യവും വിശ്വസിക്കുന്നു, കുശാഗ്രബുദ്ധി തൻ്റെ ചുവട് വിവേചിച്ചറിയുന്നു. ജ്ഞാനി ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് ഓടിമാറുന്നു, എന്നാൽ ഭോഷൻ ക്രുദ്ധനും സ്വയം പര്യാപ്തനും ആകുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 226 ദിവസത്തിലേക്ക് നമ്മുടെ വചന പാരായണം എത്തിച്ചേരുമ്പോൾ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചനഭാഗത്ത് നിന്ന് ഏതാനും ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. ഇസ്രായേൽ മടങ്ങി വരാനായി കൊതിക്കുന്ന ദൈവത്തെ ജെറമ്യാ പ്രവചനം അവതരിപ്പിക്കുകയാണ്. ഈ 3-ാം അധ്യായം മുഴുവൻ ഇസ്രായേല് തിരിച്ചു വരാനായി പ്രവാചകന്റെ ആഹ്വാനം പലയിടങ്ങളിലായി നമുക്ക് വായിക്കാൻ കഴിയും. എൻ്റെ പക്കലേക്ക് നീ തിരിച്ചു വരുമോ? എൻ്റെ പക്കലേക്ക് നീ മടങ്ങി വന്നില്ല, നീ മടങ്ങി വരാൻ വിസമ്മതിക്കുന്നു തുടങ്ങിയ വാക്കുകളിലൂടെയെല്ലാം നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹഹൃദയത്തെ പ്രവാചകൻ അവതരിപ്പിക്കുകയാണ്. വിശ്വാസത്യാഗികളായ മക്കളെ തിരിച്ചു വരുവൻ എന്ന് പ്രവാചകൻ പറയുകയാണ്. ഇവിടെ അങ്ങനെ തിരിച്ച് വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു വാഗ്ദാനം 15-ാമത്തെ വാക്യത്തിൽ, 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഒരു മനോഹരമായ വാഗ്ദാനം കിടപ്പുണ്ട്. എൻ്റെ ഹൃദയത്തിനൊത്ത ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ മേയിക്കും. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളിലൊന്നാണ് നമ്മളെ നയിക്കാൻ നല്ല ഇടയന്മാരെ ലഭിക്കുക എന്നത്. മോശപ്പെട്ട ഇടയന്മാർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്യാഗത്തിൻ്റെ അനന്തരഫലമാണെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മെയും നമ്മുടെ കാലത്തെയും നയിക്കാൻ വിശ്വസ്തരായ, ജ്ഞാനികളായ, വിവേകമുള്ളവരായ, ദൈവത്തോടും ദൈവഹൃദയത്തോടും എപ്പോഴും ആലോചന ചോദിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ ഭൂമിയിൽ അവിടുത്തെ ജനത്തെ പരിപാലിക്കുന്ന നല്ല ഇടയന്മാരെ ലഭിക്കുന്നതിന് നമുക്കുള്ള ഉത്തരവാദിത്വം നമ്മൾ വിശ്വസ്തരായി ജീവിക്കുക എന്നതാണ് എന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ മനോഹരമായ മറ്റൊരു വെളിപ്പെടുത്തൽ കിട്ടുന്നുണ്ട്. ഞാൻ നിന്നെ എൻ്റെ മക്കളുടെ കൂടെ ചേർക്കാനും എല്ലാ ജനതകളിലും വെച്ച് അതീവ ചാരുതയാർന്ന ഒരവകാശം, ഏറ്റവും ആകർഷകമായ ഒരു ദേശം നിനക്ക് നൽകാനും ആഗ്രഹിച്ചു. ദൈവം പറയുകയാണ്, എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കും, എൻ്റെ പിന്നിൽ നിന്ന് നീ പിന്തിരിഞ്ഞ് പോവുകയില്ല. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കും. ഉൽപ്പത്തി മുതൽ നമ്മുടെ ബൈബിൾ വായനയിൽ നമ്മൾ ചിന്തിച്ചതും ധ്യാനിച്ചതും സ്വീകരിച്ചതുമായ ഒരു സത്യമാണ്, ഒരു യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധമല്ല ദൈവവും ദൈവത്തിൻ്റെ ജനവും തമ്മിലുള്ള ബന്ധം. മറിച്ച് നമ്മുടെ ബന്ധം ഒരു അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. യഥാർത്ഥത്തിൽ ദൈവം പിതാവാണെന്നും നമ്മൾ അവിടുത്തെ മക്കളാണെന്നും നമുക്ക് ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അപജയങ്ങളും അബദ്ധ സഞ്ചാരവും ആരംഭിക്കുന്നത്. അവിടെയാണ് വഞ്ചനാപൂർവം ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തെ മറന്ന് നമ്മുടെ വഴികളിലേക്ക് പോകുന്നത്. വീണ്ടും പ്രവാചകനിലൂടെ അവിടുന്ന് പറയുകയാണ്, വിശ്വാസത്യാഗികളായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗങ്ങൾ പരിഹരിക്കാം, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എസെക്കിയേലിലേക്ക് വരുമ്പോൾ ഈജിപ്തുമായി യൂദാ നടത്തിയ സഖ്യം, അതിനെതിരെയാണ് ദൈവത്തിൻ്റെ വിധി പ്രഖ്യാപനം. ഈജിപ്തിനെ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ വന്ന് ആക്രമിച്ച് പരാജയപ്പെടുത്തും. ഈജിപ്തിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ പ്രവാചകൻ വിവരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് രാജ്യങ്ങളിൽ പല തരത്തിലുള്ള ദൈവനിഷേധങ്ങൾ നടക്കുമ്പോൾ, വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ദൈവജനത്തിന് രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ഞെരുക്കമുണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ ദൈവം എല്ലാവരെയും കൈവിട്ട് കളഞ്ഞോ? ദൈവം നമ്മളെ ഉപേക്ഷിച്ചോ? എന്നാൽ നമ്മളിപ്പോൾ ടൈറിനെതിരെ, സീദോനെതിരെ, ഈജിപ്തിനെതിരെയൊക്കെ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ എസെക്കിയേലിലൂടെ വായിക്കുമ്പോൾ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം,
ദൈവമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ്. അല്പകാലത്തേക്ക് ചില ദൈവമല്ലാത്ത നിയന്ത്രണങ്ങൾ രാജ്യങ്ങളെ ഭരിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ തീർച്ചയായും ഹൃദയത്തിൽ വിശ്വസിക്കണം, ചരിത്രത്തിൻ്റെ അധിനാഥൻ ദൈവമാണ്. രാജ്യങ്ങളെയും രാജാക്കന്മാരെയും നിയന്ത്രിക്കുന്നത് ആത്യന്തികമായി ദൈവമാണ്. അവർ പിശാചിൻ്റെ കയ്യിലെ ഉപകരണങ്ങളായി തൽക്കാലത്തേക്ക് മാറിയെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയാലും ആത്യന്തികമായി ദൈവത്തിൻ്റെ കയ്യിലാണ് ലോകത്തിൻ്റെ നിയന്ത്രണം. അവിടുന്ന് ഓരോ കാലത്തും ഓരോ സമയത്തും വേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ അവൻ്റെ പദ്ധതിക്കനുസൃതമായി നവീകരിക്കുന്നതിന് ചിലപ്പോൾ നിർദ്ദയരായ അധികാരികളുടെ നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ആത്യന്തികമായി ചരിത്രത്തെ ദൈവമാണ് നയിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈജിപ്തിൻ്റെ മേൽ നടപ്പിലാക്കുന്ന ഈ ശിക്ഷാവിധി ദൈവത്തിൻ്റെ ഈ പരമാധിപത്യത്തെ, ഈ സർവാധിപത്യത്തെ സൂചിപ്പിക്കുന്ന അധ്യായങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെയും സമ്പൂർണമായ നിയന്ത്രണം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മളെ നയിക്കുന്നത് സാത്താനല്ല, ദൈവമാണ്. ഈ ഒരു നിയന്ത്രണം നമ്മൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ മനോഹരമായ ജീവിതാനുഭവങ്ങൾ കാണാൻ കഴിയും. എല്ലാ ദിവസവും ഇങ്ങനെ പറയണം, കർത്താവേ, അങ്ങാണ് എൻ്റെ രാജാവ്. മനോഹരമായൊരു പ്രാർത്ഥന, യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതാണ്. ദൈവത്തെ നമ്മുടെ രാജാവായി അംഗീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമ്മെ ഭരിക്കുന്നത് ദൈവമാണെന്ന് നമ്മുടെ മനസ്സും ഹൃദയവും അംഗീകരിച്ചാൽ പിന്നെ ജീവിതം മുഴുവൻ അവിടുത്തെ നിയന്ത്രണത്തിൽ മനോഹരമായി മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും. നല്ല കർത്താവെ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി അങ്ങയുടെ വചനം വായിക്കാൻ അയോഗ്യരായ ഞങ്ങൾക്ക് അങ്ങ് ഭാഗ്യവും കൃപയും തന്നതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുകയാണ്. ദൈവമേ, ചുറ്റുപാടുകളുടെ നിയന്ത്രണം സമ്പൂർണമായി സാത്താൻ ഏറ്റെടുത്തിരിക്കുന്നോ എന്ന് ഞങ്ങൾ പരിഭ്രമിച്ചു പോകുന്ന നാഴികകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ രാജ്യങ്ങളുടെ നിയന്ത്രണം ദൈവം കൈവിട്ടുവോ എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ ഞങ്ങൾ വചനം വായിക്കുന്നത് വഴി മനസ്സിലാക്കുന്നു, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് പിശാചല്ല, അങ്ങാണ്. രാജ്യങ്ങളുടെ പിന്നിൽ രാജ്യങ്ങളുടെ പൈശാചിക അരൂപികളുണ്ടെങ്കിലും കർത്താവെ, സമ്പൂർണമായ നിയന്ത്രണം ദൈവത്തിൻ്റേതാണ്. അവിടുത്തെ പദ്ധതിയിലാണ് ഇതെല്ലാം നിറവേറുന്നത്. ഞങ്ങളുടെ ജീവിതത്തെയും നയിക്കുന്നത് അങ്ങാണ്. അങ്ങ് ഞങ്ങളുടെ രാജാവായി വാഴണമേ. അങ്ങ് സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കണമേ. ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ നയിക്കണമേ. പോകേണ്ട വഴികൾ പറഞ്ഞു തരണമേ. ഞങ്ങൾ കാണേണ്ടവരെ മാത്രം ഞങ്ങൾ കാണാനും, ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഞങ്ങൾ ചെല്ലാനും, ഞങ്ങൾ പറയേണ്ടത് മാത്രം ഞങ്ങൾ പറയാനും കർത്താവേ, ഞങ്ങളുടെ വഴികളിൽ അങ്ങയുടെ നിയന്ത്രണം ഉണ്ടാകണമേ. ഞങ്ങൾ ഒരിക്കലും അങ്ങയുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ ഇടയാവരുതേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ചോദനകളെയും ആഗ്രഹങ്ങളെയും പ്രേരണകളെയും അഭിലാഷങ്ങളെയും പിന്തുടരുന്ന കാളക്കൂറ്റന്മാരായി മാറാതെ കർത്താവേ, അങ്ങയുടെ സ്വരം കേട്ട് അങ്ങയുടെ പിന്നാലെ അനുസരണയോടെ യാത്ര ചെയ്യുന്ന, ഇടയൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ആടുകളായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. ജ്ഞാനത്തോടും വിവേകത്തോടും ഞങ്ങളെ പരിപാലിക്കുന്ന അങ്ങയുടെ ഹൃദയത്തിന് ഇണങ്ങിയ ഇടയന്മാരെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഇപ്പോൾ അവിടുന്ന് ആശീർവദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, വചനവായനയിൽ പങ്കെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന വലിയ താല്പര്യത്തിന് ഞാൻ ദൈവത്തിന് മഹത്വവും ആരാധനയും കൊടുക്കുന്നു. കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് വചനത്തിലേക്ക് നമ്മുടെ ഹൃദയം സമർപ്പിക്കാം. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, യേശുവിനെ പങ്കുവെക്കുക. നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. മഹത്വം യേശുവിന് മാത്രം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.